ഹായ് ഫ്രണ്ട്സ്, ഷൈനികൃഷ് ടാരോട്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ അടുത്ത 48 മണിക്കൂറിൽ നിങ്ങളുടെ ലൈഫിൽ എന്താണ് ഡിവൈൻ നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോൾ മുതൽ നിങ്ങൾ കാണുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസണേറ്റ് ആകുന്നതാണ്. ദ വേൾഡ് വന്നിട്ടുണ്ട്. ഞാൻ ആ കാർഡ് എടുത്ത് വയ്ക്കാം. Knight of Swords, Queen of Pentacles, the Fool, Two of Swords, Ace of Pentacles, Seven of Cups, King of Swords. ബോട്ടം വന്നിരിക്കുന്നത് സ്റ്റാർ ആണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ദ വേൾഡ് ആണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന, ഒരുപാട് പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത ഒരു കാര്യം ഈ 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു മെസ്സേജ്, നിങ്ങൾ അത്രയും സന്തോഷിക്കുന്ന ഒരു മെസ്സേജ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. അത് ഇത്രയും ദിവസം നിങ്ങൾ അനുഭവിച്ച വേദനകൾ, അത്രയും ഒരു സ്ട്രഗിൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നിങ്ങളുടെ മെൻ്റൽ സ്ട്രഗിൾ തന്നെയായിരിക്കാം. ചിലർക്ക് നമ്മുടെ ലൈഫിൽ അത്രയും വേദനിക്കുന്ന ചില സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലുണ്ടാവും. അപ്പോൾ അത് നമ്മളെ പല സ്ഥലങ്ങളിൽ നിന്നും എല്ലാവരും ചേർന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ചില സിറ്റുവേഷൻസും ഉണ്ടാവും. ചിലപ്പോൾ അവിടെ നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. തെറ്റും ചെയ്യാതെ തന്നെ ചില സിറ്റുവേഷൻസ് കാരണമോ ചില വ്യക്തികൾ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് കാരണമൊക്കെ നമ്മൾ കുറേ വേദന ഇങ്ങനെ അനുഭവിച്ച് എല്ലാവരുടെയും മുമ്പിൽ നമ്മൾ ഒറ്റപ്പെട്ട്, നമ്മൾ ഒന്നിനും കൊള്ളാത്ത ഒരു വ്യക്തിയാണെന്ന് സ്ഥാപിക്കപ്പെട്ട് അങ്ങനെയൊക്കെ നിന്നിട്ട് അത് നമുക്ക് വല്ലാത്ത ഒരു ട്രോമയായിട്ട് നമ്മുടെ മൈൻഡിൽ കിടന്നിട്ടേയിരിക്കും. ആ സിറ്റുവേഷൻസ് കഴിഞ്ഞു പോയാലും നമുക്കതിൽ നിന്ന് പുറത്തു വരാനോ നമ്മുടെ ലൈഫിനെ എൻജോയ് ചെയ്യാനോ ഒന്ന് സന്തോഷമായിട്ടിരിക്കാനോ സമാധാനപൂർണമായ ഒരു ലൈഫ് ജീവിക്കാനോ ഉറങ്ങാനോ കഴിയാതെയൊക്കെ ചില സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നൊരു മാറ്റം വേണമെന്ന് നിങ്ങൾ അത്രയും ആഗ്രഹിച്ച് ഈ സിറ്റുവേഷൻ ഒന്ന് മാറിപ്പോയെങ്കിലെന്ന് നിങ്ങൾ ഒരുപാട് ചിലരൊക്കെ ഒത്തിരി വർഷങ്ങൾ അങ്ങനെ ഇരുന്നിട്ടുണ്ടാവും. ഇതേ സെയിം പാറ്റേൺ തന്നെ അനുഭവിച്ചു പോകുന്ന ചില വ്യക്തികളുണ്ടാവും. അത് റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കാം, അവരുടെ ജീവിതത്തിൽ തന്നെ ആയിരിക്കാം. ചിലപ്പോൾ ഈ സിറ്റുവേഷൻ കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ മോശമായ രീതിയിലായിരിക്കാം. അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം. ചിലപ്പോൾ ആ സിറ്റുവേഷൻസിൽ നിന്നത് വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾ കാരണം. നമുക്കെപ്പോഴും ഏറ്റവും കൂടുതൽ വേദന വരുന്നത് നമ്മൾ അത്രയും വേണ്ടപ്പെട്ടവർ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും നമ്മൾ ഒത്തിരി സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് ചില വാക്കുകൾ കേൾക്കുമ്പോഴാണ്. സോ അതൊക്കെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ അത് തന്നെ നിങ്ങളിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം വലിയൊരു മാറ്റവും ഒരു ഹീലിങ്ങും നിങ്ങൾക്ക് കിട്ടും. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ബോട്ടത്തിൽ വന്നിരിക്കുന്ന സ്റ്റാറാണ്. നിങ്ങൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പുറത്തു വരാനുള്ള ഒരു മാർഗം ഈ പ്രപഞ്ചശക്തി കാണിച്ചു തരും എന്നാണ് കാണുന്നത്. അങ്ങനെ ഒരു ന്യൂസ് ആയിരിക്കാം കുറച്ച് പേർക്ക് നിങ്ങളുടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസ്, അവിടുത്തെ സിറ്റുവേഷൻസിനാണ് അങ്ങനെ ഇരുന്നതെങ്കിൽ അതിനൊരു ചേഞ്ച് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ടു ഓഫ് സോർട്സ് വന്നിട്ടുണ്ട്. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ചില വ്യക്തികൾ കണ്ണ് കെട്ടപ്പെട്ടതുപോലെ നമ്മുടെ സ്നേഹമോ നമ്മളെന്ന വ്യക്തിയെയോ മനസ്സിലാക്കാതെ വെറും കണ്ണടച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിങ്ങളെ വെറും ഡൗൺ ആക്കി ഒരു വാല്യൂവും തരാതെ കെട്ടിയ മട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു ചേഞ്ച് നിങ്ങൾക്ക് വരുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളെ അവർ ചൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഈ പ്രപഞ്ചം ഉണ്ടാക്കിത്തരും. അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾക്ക് കിട്ടും എന്നാണ് കാണുന്നത്. ഓരോരുത്തർക്കും ഓരോ സിറ്റുവേഷൻ, ഏത് സിറ്റുവേഷൻ ആയാലും അതിൽ നിന്നെല്ലാം ഒരു നല്ല ചേഞ്ച്, പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്നാണ് കാണുന്നത്. മാത്രമല്ല കുറച്ച് പേർക്കൊക്കെ ഒരു യാത്ര കാണുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ ഈ അബ്രോഡ് വേറെ സ്ഥലങ്ങളിൽ പഠിക്കാൻ പോകണം, അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്ത് വേറെ സ്ഥലത്ത് പോകണമെന്നൊക്കെ ആഗ്രഹിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു നല്ല ന്യൂസ്, കുറേ പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് അനുകൂലമായി വരാതിരുന്നുവെങ്കിൽ അതിനൊരു നല്ല മാറ്റം വരും, നല്ല ഒരു ന്യൂസ് കിട്ടുമെന്നാണ് കാണുന്നത്. കാരണം ഇവിടെ നൈറ്റ് ഓഫ് സോർട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താണോ ഹാർഡ് വർക്ക് ചെയ്ത് എന്തിനു വേണ്ടി പ്രവർത്തിച്ച് എന്തിനു വേണ്ടി
ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ വേണമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് ഒരു ന്യൂസ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച ഒരു വാക്ക് കേട്ടെങ്കിൽ എന്നൊക്കെ നിങ്ങൾ കൊതിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു ന്യൂസ് നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ട് വരും എന്നാണ് കാണുന്നത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ എന്തെങ്കിലും ബ്ലോക്കേജോ സെപ്പറേഷനോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു അകൽച്ചയൊക്കെ ഉണ്ടായിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് അങ്ങനെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു മാറ്റം, ആ ഒരു ചേഞ്ച് വരും എന്നാണ് കാണുന്നത്. പിന്നെ അങ്ങനെ ഒരു ചേഞ്ച് വരുമ്പം തന്നെ ഇവിടെ വരുന്നത് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി സ്ഥലത്തുള്ള സിറ്റുവേഷൻസൊക്കെ മാറി വന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ഇന്നൊരു സ്ഥലത്ത് പോയി നിങ്ങൾ വർക്കിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് നല്ല സക്സസ്സും പുരോഗതിയും ഉണ്ടാകും. അതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മണി ഏൺ ചെയ്യാനും കഴിയും എന്നാണ് കാണുന്നത്. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലാണ് നിങ്ങളങ്ങനെ ഇങ്ങനെ ഒരു ന്യൂസിന് വേണ്ടി കാത്തിരുന്നതെങ്കിൽ, ആ വ്യക്തിയിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ആ വ്യക്തി നിങ്ങളോട് ആത്മാർത്ഥമായി നിങ്ങൾക്ക് അനുകൂലമായി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തന്ന് നിങ്ങളെ മാനിച്ച് നിങ്ങളെ ചൂസ് ചെയ്ത് നിൽക്കും എന്നാണ് കാണുന്നത്. കാരണം അവിടെ 7 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇതുവരെ അവരുടെ മുമ്പിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചൂസ് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ അവരിങ്ങനെ എല്ലാത്തിനും ഒരു അഡിഷനിൽ പെട്ട് നിൽക്കുന്നത് പോലെ നിന്നിട്ടുണ്ടെങ്കിൽ, അവർ നിങ്ങളെ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരും എന്നാണ് കാണുന്നത്. കാരണം അവർ പല കാര്യങ്ങളിലും മോഹിച്ചു പോയിട്ടുണ്ട്. അതിപ്പോൾ മറ്റു ചിലരുടെ വാക്കുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകൾ കേട്ട് അവരുടെ വാക്കുകളിൽ മയങ്ങി വെറും ഒരു കണ്ണുകെട്ടിയ അവസ്ഥയിൽ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ചേഞ്ച് വരും. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്സ് വരും എന്നാണ് കാണുന്നത്. കാരണം ഇവിടെ ദ ഫൂല് വന്നിട്ടുണ്ട്. അതായത് ഒരു റിസ്ക് എടുക്കും. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ചൂസ് ചെയ്താൽ ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഞാൻ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എനിക്ക് കുറേ നഷ്ടങ്ങൾ വന്നാലോ എന്നൊക്കെ പേടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ, ആ പേടിയെല്ലാം മാറി നിങ്ങൾക്ക് വേണ്ടി അവരൊരു റിസ്ക് എടുക്കുന്നു എന്നാണ് കാണുന്നത്. അവരങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ അവരോടൊപ്പം ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ആ ഈശ്വരനും അവർക്ക് കൂടെ നിന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അതിനുള്ള സിറ്റുവേഷൻസ് എല്ലാം അനുകൂലമാക്കി കൊടുക്കും. പക്ഷേ ആ വ്യക്തി അതിന് ഫസ്റ്റ് തയ്യാറാകണം. അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ വേണ്ടി ആ വ്യക്തി ഒരു ഡിസിഷൻ എടുക്കണം. സോ അങ്ങനെ എടുക്കുമെന്നാണ് കാണുന്നത്. അപ്പോൾ ആ സിറ്റുവേഷൻസ് മാറി വരും എന്നാണ് കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സന്തോഷവും പോസിറ്റിവിറ്റിയും നിങ്ങളുടെ ലൈഫിൽ വരും. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഇല്ലാതെ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു പ്രോഗ്രസ് വരും. ഓഫ് പെൻറ്റക്കിൾസും വന്നിട്ടുണ്ട്. മണിയുടെ കാര്യം ഇവിടെ ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും പറയുന്നത്, ഏസ് ഓഫ് പെൻറ്റക്കിൾസും ഒക്കെ പറയുന്നത്, നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ സ്റ്റക്കായി നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് കിട്ടും, നല്ല ഒരു ഓഫർ കിട്ടും. അത് മുഖേന നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ കഴിയും. ഇനി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരു ഓഫർ കിട്ടും. നിങ്ങളുടെ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനൊക്കെ ആണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ മീറ്റ് ചെയ്യാൻ വരാം. കാരണം ഇവിടെ കിങ് ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. എന്തായാലും കിങ്ങും ക്യൂനും നൈറ്റും ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് കിട്ടും. ആ വ്യക്തിയിൽ നിന്ന് നിങ്ങളോട് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആ വ്യക്തി വരും എന്നാണ് കാണുന്നത്. അല്ല, നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി കിട്ടും. എല്ലാം മനസ്സിലാക്കാൻ കഴിയുകയും അങ്ങനെ നിങ്ങൾക്കൊരു കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ കഴിയുകയും ചെയ്യും എന്നാണ് കാണുന്നത്. ഒരു പ്രൊമോഷനോ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നിങ്ങൾ അതിൻ്റെ ഒരു ന്യൂസ് കിട്ടിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ കാര്യം എന്തെങ്കിലും അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് ഒരു മെസ്സേജ് വരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കില്ല. നിങ്ങളുടെ കരിയറിൽ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആരിൽ നിന്നെങ്കിലും വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നാണ് കാണുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾക്കൊരു സക്സസ്, സന്തോഷം, സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു പോസിറ്റിവിറ്റി, ഹാപ്പിനെസ് എല്ലാറ്റിനെയും കുറിക്കുന്നതാണ്. അതുമാത്രമല്ല, നിങ്ങൾ ഇത്രയും ദിവസം അനുഭവിച്ച എല്ലാ വേദനകളിൽ നിന്നും നിങ്ങൾക്കൊരു ഹീലിംഗ് കിട്ടും. നിങ്ങൾക്കതിൽ നിന്ന് പുറത്ത് വരാൻ കഴിയും. കാരണം ഇവിടെ 10 ഓഫ് സോട്ട്സും വന്നിട്ടുണ്ട്. നിങ്ങൾ കുറേ ചതിയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്. നിങ്ങൾ അത്രയും വിശ്വസിച്ച സ്നേഹിച്ച വ്യക്തികളിൽ നിന്ന് റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ചീറ്റിംഗ് എനർജിയൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കരിയറിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്ത കാര്യത്തിലാണെങ്കിലും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല ചീറ്റിംഗ് എനർജിയിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം നിങ്ങൾക്ക്
ഹീലിങ്ങും ജഡ്ജ്മെൻറ്റൊക്കെ കിട്ടും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതിലെ പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.